തനിക്കെതിരെ വിവരം നൽകിയ യുവാവിനെ വീടുകയറി കൊല്ലാൻ ശ്രമിച്ച പ്രതികൾ പിടിയിൽ. ഒളിവിലായിരുന്ന 4 അംഗ സംഘത്തെ തലപ്പാറയിലെ ലോഡ്ജിൽ നിന്ന് തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു. പന്താരങ്ങാടി പള്ളിപ്പടിയിൽ താമസിക്കുന്ന അസിം ആസിഫിനെ മർദ്ദിച്ച കേസിലാണ് അറസ്റ്റ്. അടിത്തറയുള്ള ബന്ധങ്ങൾക്ക് ഉറപ്പുള്ള വിശ്വാസം. കൂളത്ത് ടൈൽസ്, മാർബിൾസ്, സാനിറ്ററി വെയർ ആൻഡ് സിപി ഫിറ്റിംഗ്സ്. ലഹരി ഉപയോഗവും വിൽപ്പനയും പോലീസിൽ പരാതിപ്പെട്ട യുവാവിനെ വീടുകയറി ആക്രമിച്ചു കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. പന്താരങ്ങാടി പള്ളിപ്പടിയിൽ താമസിക്കുന്ന പാണഞ്ചേരി അസിം ആസിഫിനെ ആക്രമിച്ച കേസിലാണ് 4 പേർ തിരൂരങ്ങാടി പോലീസിന്റെ പിടിയിലായത്. പള്ളിപ്പടി സ്വദേശി പൂച്ചേങ്ങൽ കുന്നത്ത് അമീൻ, മമ്പുറം സ്വദേശി കോയിക്കൻ വീട്ടിൽ ഹമീദ്, ആസാദ് നഗർ സ്വദേശികളായ അരീക്കാട് വീട്ടിൽ മുഹമ്മദ് അലി, മറ്റത്ത് വീട്ടിൽ അബ്ദുൾ അസീസ് എന്നിവരെ തിരൂരങ്ങാടി സിഐയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. സംഭവം നടന്ന് 48 മണിക്കൂറിനുള്ളിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് നേട്ടമായി. അസീം ആസിഫിന്റെ വീട്ടിൽ കാറിലെത്തിയ സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വീടിന്റെ ജനൽ ചില്ലകൾ ഉൾപ്പെടെ 5000 രൂപയിലധികം നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അസിം ആസിഫും കൂട്ടരും പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് കേസിലെ പ്രതിയായ അമീന്റെ സുഹൃത്തുക്കളെ പോലീസ് പരിശോധിച്ചു. ഇതിൽ പ്രകോപിതനായ അമീനും സുഹൃത്തുക്കളും ആസിഫിന്റെ വീട്ടിലെത്തുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ തലപ്പാറയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് പിടികൂടിയത്. തിരൂരങ്ങാടി സിഐ പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി SI ബിജു KK, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മുരളി, ഷൈജു UK, രാകേഷ്, ലക്ഷ്മണൻ, ഷജിൻ ഗോപിനാഥ്, താനൂർ ഡിവൈഎസ്പി സ്ക്വാഡ് അംഗം ബിജോയ് MM, സിവിൽ പോലീസ് ഓഫീസർ ജിതിൻ എന്നിവർ ഉൾപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേരള വിഷൻ, തിരൂരങ്ങാടി.